ഈ തുടർച്ചയായ 4 പേരുടെ പ്രോഡക്റ്റ് അങ്ങ് എടുത്തരുത്. അപ്പൊ 2, 3 അതുപോലെ ആര് 4 ഒന്നെടുക്കണമെന്നുണ്ടോ? ഇല്ല. ഇവരെ ഗുണിച്ചാൽ നമുക്ക് എത്ര കിട്ടും? 24 എന്ന് കിട്ടൂലേ മക്കളെ? ഇത്രേ ഉള്ളൂ കാര്യം. അറിയാലോ അല്ലെ? ഓക്കെ. അത് കഴിഞ്ഞിട്ട് 1/2 1/4 കൂട്ടിയ ശേഷം അതിൽ പിന്നെ ഒരു 1/8 കൂട്ടുന്നു. ഹായ് ഹലോ നമസ്കാരം, എല്ലാവർക്കും എൻട്രിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഡിഗ്രി ലെവൽ പരീക്ഷകളിൽ വരുന്ന ചില കണക്ക് ചോദ്യങ്ങളാണ് ചെയ്തു നോക്കുന്നത്. അപ്പൊ നമ്മൾ ഈ ഒരു സീരീസ് കുറച്ച് ദിവസമായി തുടങ്ങിയിട്ട് നിങ്ങൾക്ക് ഇതിനു മുമ്പ് തന്നെ ഒരു 3 ക്ലാസ്സിൽ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് മാത്സ് ചോദ്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ആ ചോദ്യങ്ങളെല്ലാം ഡിഗ്രി ലെവൽ പരീക്ഷകളിൽ തന്നെ കേരള PSC ചോദിച്ച ചോദ്യങ്ങളാണ്. അപ്പൊ അതുമായിട്ട് കണക്ട് ചെയ്ത് മറ്റൊരു ചോദ്യാവലിയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഇതിനകത്ത് ഒരു 10 ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തൊട്ട് മുമ്പ് നമ്മൾ ചെയ്ത ചോദ്യങ്ങളെല്ലാം ഏറ്റവും റീസെന്റ് ആയിട്ട് നടന്ന പരീക്ഷകളായിരുന്നു. എന്നാൽ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന ചോദ്യങ്ങൾ കുറച്ച് പഴയതെന്ന് നമുക്ക് പറയാം. അതായത് ഒരു 2018, 2017 ആ ഒരു സമയത്തൊക്കെ വന്നിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അതിനകത്ത് തന്നെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷകളിൽ വന്നിട്ടുള്ള ചോദ്യങ്ങൾ എന്നുള്ള രീതിയിൽ 2015 ചോദ്യം എടുത്തിട്ടുണ്ട്, 2012 ചോദ്യമുണ്ട് കേട്ടോ. അങ്ങനെ കുറച്ച് ചോദ്യങ്ങളാണ്. ചോദ്യങ്ങൾ കാണുമ്പോൾ ഒന്ന് കൺഫ്യൂഷൻ ആകാൻ സാധ്യതയുണ്ട്. എന്നാൽ അതൊന്ന് എഴുതി തുടങ്ങിയാൽ ഉത്തരം കിട്ടും. അത്തരത്തിലുള്ള ചോദ്യങ്ങളാണ്. കണക്ക് ബുദ്ധിമുട്ടാണ് എന്ന് അവകാശപ്പെടുന്ന എല്ലാവരുടെയും ഏറ്റവും വലിയ പ്രശ്നമാണ് കണക്ക് നമ്മൾ ചെയ്യാറില്ല. ചോദ്യം വായിക്കുമ്പോൾ തന്നെ നമ്മൾ മനസ്സ് മടിക്കുന്നു അല്ലെ? ചോദ്യം വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നു ഇതെന്നെ കൊണ്ട് കൂട്ടിയാ കൂടില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇത് വിട്ടിട്ട് പോകുന്നു. ശരിയല്ലേ? ഇങ്ങനെ വെറുതെ സ്കിപ്പ് ചെയ്തിട്ട് പോവും. എന്നിട്ട് എന്ത് പറയും? എനിക്ക് കണക്കറിയില്ല, ഞാൻ കണക്ക് ചെയ്യില്ല, ഞാൻ ചെയ്താൽ കിട്ടില്ല. ഞാൻ ചെയ്തിട്ടുണ്ടോ? ചെയ്യാത്തവരായി പറയുന്നത്. ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് ഇത് കിട്ടാൻ സാധ്യതയുണ്ട്. അത്തരത്തിലുള്ള കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ പരിചയപ്പെടുത്തുന്നത്. നേരെ ക്ലാസ്സിലേക്ക് പോയാലോ? യെസ്. അപ്പോ ഇതിലെ ആദ്യത്തെ ചോദ്യമാണേ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഡിവിസിബിൾ ബൈ ബോത്ത് 6 and 15? താഴെ തന്നിട്ടുള്ള സംഖ്യകളിൽ ചിലത് കേട്ടോ. ഈ സംഖ്യകളെല്ലാം എന്താണ്? 4 അക്ക സംഖ്യകളാണ്. എന്നാൽ ഇതിനകത്ത് നിന്ന് ഒരു സംഖ്യ നമുക്ക് ചൂസ് ചെയ്യണം. ആ സംഖ്യയുടെ പ്രത്യേകത എന്താ അറിയോ? അത് 6 കൊണ്ടും 15 കൊണ്ടും നിശേഷം ഹരിക്കാൻ പറ്റുന്ന സംഖ്യ ആയിരിക്കണം കേട്ടോ. 6 കൊണ്ടും 15 കൊണ്ടും. അപ്പൊ നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താ അറിയോ? നമ്മൾ ഈ കാണുന്ന എല്ലാ സംഖ്യകളെ ആദ്യം 6 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കും അല്ലെ? എന്നിട്ട് ഇതിനെ 15 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കും. ഇങ്ങനെ നമ്മൾ ചെയ്ത് വെറുതെ സമയം കളയും. വേറെ കുറെ ആൾക്കാരെന്ന് വെച്ചാൽ ഇത് ഡിവൈഡ് ചെയ്ത് തീരുമ്പോഴത്തേക്ക് എനിക്ക് എത്ര ക്വസ്റ്റ്യൻ നഷ്ടപ്പെടും എന്നുള്ള ടെൻഷനിൽ എന്ത് ചെയ്യും? ഇത് വിട്ടിട്ടോ. പകരം നിങ്ങൾ ഇങ്ങനെ ആലോചിക്കാടാ, 6 കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന ഒരു സംഖ്യയുടെ പ്രത്യേകത എന്താ? അത് ഉറപ്പായിട്ടും 2ന്റെ മൾട്ടിപ്പിളും ആയിരിക്കും അല്ലെ? അതുപോലെ 3ന്റെ മൾട്ടിപ്പിളും ആയിരിക്കും. ഇതറിയാത്ത ആൾക്കാർ ആരെങ്കിലും ഉണ്ടോ? 6 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയുന്ന ഒരു സംഖ്യ ആരുടെ മൾട്ടിപ്പിൾ ആയിരിക്കും? 2ന്റെ മൾട്ടിപ്പിളും ആയിരിക്കും, 3ന്റെ മൾട്ടിപ്പിളും ആയിരിക്കും. സംശയമുണ്ടോ? ഇല്ല. അടുത്തത് 15 കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന ഒരു സംഖ്യയുടെ പ്രത്യേകത എന്താ അറിയോ? അത് ഉറപ്പായിട്ടും 3ന്റെ മൾട്ടിപ്പിളും ആയിരിക്കും, 5ന്റെ മൾട്ടിപ്പിളും ആയിരിക്കും. അപ്പൊ 2ന്റെ മൾട്ടിപ്പിളും 3ന്റെ മൾട്ടിപ്പിളും ആയിട്ടുള്ള സംഖ്യ 6ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. അതുപോലെ 3ന്റെ മൾട്ടിപ്പിളും 5ന്റെ മൾട്ടിപ്പിളും ആയിട്ടുള്ള സംഖ്യ ആരായിരിക്കും? 15ന്റെ ആണല്ലോ. അപ്പൊ നിങ്ങൾ ഇതിനകത്തൊന്ന് നോക്കിയേ. ഇതിനകത്ത് ആരൊക്കെയാ സംഖ്യകൾ ഉള്ളത്? 2, 3, 3, 5. ഈ 3 2 സ്ഥലത്ത് വന്നിട്ടുണ്ട് കണ്ടോ. അപ്പൊ നിങ്ങൾ ഇതിൽ ഒന്ന് ചൂസ് ചെയ്താൽ മതി. ഒരു 3നെ നിങ്ങൾ ചൂസ് ചെയ്താൽ മതി. ആക്ച്വലി 6ന്റെയും 15ന്റെയും മൾട്ടിപ്പിൾ ആണോ എന്ന് തിരിച്ചറിയാൻ നമ്മൾ ഇത് മാത്രം നോക്കുക. അത് 2ന്റെ മൾട്ടിപ്പിൾ ആണോ എന്ന് നോക്കുക. അതുപോലെ അത് 3ന്റെ മൾട്ടിപ്പിൾ ആണോ എന്ന് നോക്കുക. അത് 5ന്റെ മൾട്ടിപ്പിൾ ആണോ എന്ന് നോക്കുക. അപ്പൊ 2, 3, 5 ഇത്രയും സംഖ്യകൾ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഏതൊരു നമ്പറിനെയും നമുക്ക് 6 കൊണ്ടും 15 കൊണ്ടും നിശേഷം ഹരിക്കാൻ കഴിയും കേട്ടോ. അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പൊ ആദ്യത്തെ നമ്മുടെ കണ്ടീഷൻ എന്താ? 2 കൊണ്ട് ഹരിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ 2ന്റെ മൾട്ടിപ്പിൾ ആയ സംഖ്യ. ഇതിനകത്ത് ആദ്യത്തെ ഓപ്ഷൻ നിങ്ങൾ നോക്കിയാൽ കാണാം, ഇതെന്തല്ല? 2ന്റെ മൾട്ടിപ്പിൾ അല്ല. അപ്പൊ ആദ്യത്തെ ഓപ്ഷൻ തന്നെ ഡിലീറ്റ് ആയി. ഓക്കെ. അടുത്ത് നോക്കേണ്ടത് നിങ്ങൾ 5 ആണ് നോക്കേണ്ടത് കേട്ടോ. അതാണ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ. 5ന്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള സംഖ്യ ആണോ? ഇനി കാണുന്ന എല്ലാവരും 5ന്റെ മൾട്ടിപ്പിൾസ് ആ കേട്ടോ. 5ന്റെ മൾട്ടിപ്പിളിനെ നമ്മൾ എങ്ങനെ തിരിച്ചറിയാം? ഒന്നുകിൽ അതിന്റെ ഒറ്റയുടെ സ്ഥാനത്ത് 0 ഉണ്ടാവും, അല്ലെങ്കിൽ ഒറ്റയുടെ സ്ഥാനത്ത് 5 ഉണ്ടാവും. ഈ കാണുന്ന 3 പേരും ആരാണ്? 5ന്റെ മൾട്ടിപ്പിൾ ആണ്. ഇനി അടുത്ത കണ്ടീഷൻ എന്താണ് എന്ന് ചോദിച്ചാൽ ഇതിലെ ആ 3 പേരിൽ 3ന്റെ ഗുണിതമാര് അല്ലെ? 3ന്റെ ഗുണിതത്തെ എങ്ങനെ നമ്മൾ തിരിച്ചറിയും? ഒരു ഗ്രൂപ്പ് ഓഫ് നമ്പേഴ്സ് ആണ്. ഇതിനകത്തുനിന്ന് ഒരു 3ന്റെ ഗുണിതത്തെ തിരിച്ചറിയാൻ നമ്മൾ എന്താ ചെയ്യുക? പറ. അത്രേ ഉള്ളൂ. അക്കങ്ങൾ തമ്മിൽ അങ്ങ് കൂട്ടുക കേട്ടോ. ഇതിനകത്തുള്ള ഡിജിറ്റ് തമ്മിൽ കൂട്ടി നോക്കുമ്പോൾ അതിനകത്തുനിന്ന് നമുക്ക് 3ഓ 3ന്റെ മൾട്ടിപ്പിളോ കിട്ടുന്നുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി.
അപ്പൊ ആദ്യത്തെ നോക്കടാ, 1 7 2 0 അല്ലെ. ഈ 1ഉം 7ഉം 2ഉം 0ഉം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്ന എന്താണോ? 7ഉം 2ഉം 9ഉം 1ഉം 10 അല്ലെ. 10ലെ ഡിജിറ്റ് തമ്മിൽ കൂട്ടിയാൽ എത്ര കിട്ടുന്നത്? 1 ആണ് കിട്ടുന്നത്. ശരിയല്ലേ? അപ്പൊ ഇതെന്തല്ല? 3ന്റെ മൾട്ടിപ്പിൾ അല്ല. അടുത്ത നോക്കടാ, 2 1 6 0 2 1 6 0 2160 കൂട്ടാം. ഡിജിറ്റ് തമ്മിൽ കൂട്ടുകയാണ്. 2 1 3 3ഉം 6ഉം 9 കണ്ടോ? ഓക്കെ ആയല്ലോ. ഇത് 9 വന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? ഇത് 3ന്റെ മൾട്ടിപ്പിൾ ആണ്, അതുപോലെ 2ന്റെ മൾട്ടിപ്പിൾ ആണ്, അതുപോലെ 5ന്റെ മൾട്ടിപ്പിൾ ആണ്. ഓക്കെ. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനകത്തുള്ള എല്ലാവരെയും ആദ്യമേ തന്നെ 3ന്റെ മൾട്ടിപ്പിൾ ആണോ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം ബാക്കിയുള്ളത് നോക്കിയാലും മതി. അപ്പൊ നമുക്ക് ഹെവി ടാസ്ക് ആയി പോകും കേട്ടോ. ഇനി അവസാനത്തെ നോക്കണോ? വേണ്ട. അവസാനത്തെ വേണമെങ്കിൽ നിങ്ങളൊന്ന് കൂട്ടി എഴുതിക്കോ. ഇത് കൂട്ടി എഴുതിയാൽ എന്ത് കിട്ടും? 6 3 9 2 11 ഒന്നുണ്ട്. 11ലെ അക്കങ്ങൾ തമ്മിൽ കൂട്ടിയാൽ എത്ര കിട്ടും? 2. ഇതെടുക്കുവോ? ഇല്ല. ഓക്കെ, കിട്ടിയോ? അപ്പൊ ഇത് ചെയ്യാൻ കുറച്ചുകൂടെ എളുപ്പത്തിൽ നമുക്ക് ഇങ്ങനെ പറയാം. 6ന്റെയും 15ന്റെയും കോമൺ ആയിട്ടുള്ള ഒരു മൾട്ടിപ്പിളിനെ കണ്ടെത്താൻ നമ്മൾ ഏതൊക്കെയാ നോക്കുന്നത്? 2 നോക്കും, 3 നോക്കും, 5 നോക്കും. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ശ്രദ്ധിച്ചാലും മതി. 2ഉം 5ഉം കൂടെ ചേർത്ത് നോക്ക്. 2ഉം 5ഉം കൂടെ ചേർത്ത് നോക്കിയാൽ അത് എന്തായിരിക്കണം? 10ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം അല്ലെ. അപ്പൊ അതൊരു 10ന്റെ മൾട്ടിപ്പിൾ ആവണം. 10ന്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ആരൊക്കെയുണ്ട്? 3 പേരുണ്ട്. എന്നാൽ ഇത് ആദ്യത്തത് 10ന്റെ മൾട്ടിപ്പിൾ അല്ല. ഓക്കെ, ഇനി നമ്മൾ ഏത് മാത്രം നോക്കിയാൽ മതി? 3ന്റെ ഡിവിസിബിലിറ്റി മാത്രം നോക്കിയാൽ മതി അല്ലെ. ഇതിനകത്ത് ഡിജിറ്റ് തമ്മിൽ കൂട്ടുമ്പോൾ 9 വരുന്ന ആളാണ് ആര്? സി. അതുകൊണ്ട് നമ്മൾ ചൂസ് ചെയ്തു. ഇത്രയേ ഉള്ളൂ ചോദ്യം കേട്ടോ. അല്ലാതെ നമ്മൾ 6 കൊണ്ടും 15 കൊണ്ടും അവിടെ ഹരിക്കാനായിട്ട് പോകരുത്. ഡിവിസിബിലിറ്റി ടെസ്റ്റ് ഉപയോഗിച്ചിട്ട് ചെയ്താൽ മതിയാവും. അടുത്തൊരു ചോദ്യം, the sum of a 2-digit number is 8. The number obtained by interchanging 2 digits exceeds the given number by 18. Find the number. ചോദ്യം മനസ്സിലായോ? ഒരു രണ്ടക്ക സംഖ്യയെ കുറിച്ചാണ് പറയുന്നത്. ഒരു രണ്ടക്ക സംഖ്യയിലെ അക്കങ്ങൾ ഡിജിറ്റ് തമ്മിൽ കൂട്ടിയാൽ എത്ര കിട്ടണം? 8 കിട്ടണം. ഇനി പറയാണ് the number obtained by interchanging എന്ന് വെച്ചാൽ ഇതിനകത്തുള്ള ഡിജിറ്റ് തമ്മിൽ മാറ്റുമ്പോൾ നമുക്ക് കിട്ടുന്ന സംഖ്യ ഈ തന്നിട്ടുള്ള സംഖ്യയേക്കാൾ എത്ര കൂടുതൽ? 18 കൂടുതലായിരിക്കണം. അങ്ങനെയുള്ള ഒരു സംഖ്യയെ തിരിച്ചറിയാമോ എന്നാണ്. അപ്പൊ ആദ്യം നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ഈ 2 ഡിജിറ്റില്ലേ, ഡിജിറ്റ് തമ്മിൽ ആഡ് ചെയ്ത് നോക്കാം അല്ലെ. ഡിജിറ്റിന്റെ സം എത്ര വരണം? 8 വരണം. അപ്പൊ ആദ്യത്തെ ഓപ്ഷൻ നോക്കുമ്പോൾ 6 2 8 ആണ്. അടുത്ത് നോക്കുമ്പോൾ 8 0 8 ആണ്. ശരിയല്ലേ? അടുത്തത് 1 7 8 ആണ്. അടുത്തതോ 5 3 8 ആണ്. സെറ്റ് ആണല്ലോ. എല്ലാ സ്ഥലത്തും 8 ആണ്. ഇനി നമ്മൾ ഡിജിറ്റ് തമ്മിൽ ഒന്ന് മാറ്റി നോക്കുക. വേറെ ഒന്നുമില്ല, 26 ഡിജിറ്റ് തമ്മിൽ ഒന്ന് മാറ്റി നോക്കിയേ. ഡിജിറ്റ് തമ്മിൽ മാറ്റുമ്പോൾ 62 കണ്ടോ. 80 ഡിജിറ്റ് തമ്മിൽ മാറ്റിയാൽ എന്ത് കിട്ടും? 08 അല്ലെ. 17 ഡിജിറ്റ് തമ്മിൽ മാറ്റിയാൽ എത്ര കിട്ടും? 71. ശരിയല്ലേ? അടുത്തത് 35 ഡിജിറ്റ് തമ്മിൽ മാറ്റിയാൽ എത്ര കിട്ടും? 53. ഇതിൽ നമുക്ക് എന്ത് വേണം? ഈ സംഖ്യയും ഡിജിറ്റ് പരസ്പരം മാറ്റിയ സംഖ്യയും തമ്മിലുള്ള വ്യത്യാസം, ഡിഫറൻസ് അല്ലെ. ഈ 2 ഡിജിറ്റ് മാറ്റുമ്പോൾ അത് എത്ര എക്സീഡ് ചെയ്യുമെന്നാ? 18 കൂടുതലായി കിട്ടുമെന്നാണ്. 18 കൂട്ടേണ്ടി വരുമെന്നാണ്. ഇപ്പൊ 26നോട് 18 കൂട്ടിയാൽ 62 കിട്ടോ? ഇല്ല. 80നോട് എന്ത് കൂട്ടിയാൽ? 18 കൂട്ടിയാൽ 8 കിട്ടോ? 08 ഇല്ല. 17നോട് 18 കൂട്ടിയാൽ 71 കിട്ടോ? ഇല്ല. 35നോട് 18 കൂട്ടിയാൽ 53 കിട്ടോ? കിട്ടും. മനസ്സിലായോ? ഇങ്ങനെയാണ്. ഇത് നമ്മൾ ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് ചെയ്തതാണ്. ഈ ചോദ്യം ഇങ്ങനെ തന്നെ ചെയ്യുന്നതാണ് ഏറ്റവും എളുപ്പം. ഓക്കെ, എന്നാൽ ഇതിന്റെ ഏറ്റവും എളുപ്പത്തിലുള്ള അല്ലെങ്കിൽ ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ടെക്നിക്ക് പറഞ്ഞു തരട്ടെ. ഇവിടെ നമുക്ക് എന്തറിയാം? ഡിജിറ്റ് തമ്മിലുള്ള സം 8 ആണെന്ന് ആദ്യത്തെ കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്. ഉണ്ടല്ലോ? ഉണ്ട്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ ഇതിനകത്ത് ഓപ്ഷനകത്ത് എന്ത് ചെയ്യുക? 8 തുകയായിട്ട് വരുന്ന സംഖ്യകൾ ആരൊക്കെയെന്ന് നോക്കുക. അപ്പൊ എല്ലാവരും ഡിജിറ്റ് തമ്മിൽ കൂട്ടുമ്പോൾ 8 തന്നെയാണ് വരുന്നത്. അടുത്ത നിങ്ങൾ നോക്കേണ്ടത് ഇത് തമ്മിൽ ചേഞ്ച് ചെയ്യുമല്ലോ. അതായത് ഡിജിറ്റ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുമ്പോൾ അവിടെ എത്ര വ്യത്യാസം വന്നു നോക്കുക. എത്രയാ വന്നത്? 18 അല്ലേ വ്യത്യാസം? ആണ്. നിങ്ങൾ ചെയ്യേണ്ടത് ഈ 18നെ ജസ്റ്റ് 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 18നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടുന്നുണ്ട് മക്കളെ? 2 കിട്ടുന്നുണ്ടോ? ഉണ്ട്. ഇനി നിങ്ങൾ നോക്കേണ്ടത് 2 വ്യത്യാസം വരുന്ന തരത്തിൽ ഡിജിറ്റ് വരുന്ന സംഖ്യ മാത്രം എടുത്താൽ മതി. ഈ 2 ഡിഫറൻസ് ആയിട്ട് വരുന്ന സംഖ്യ മാത്രം എടുത്താൽ മതി. കണ്ടോ? ഇവിടെ 26ല് ഡിജിറ്റ് തമ്മിലുള്ള വ്യത്യാസം 2 ആണോ? അല്ല. അത് എത്രയാ? 4 ആണ് അല്ലെ. 80ൽ ഡിജിറ്റ് തമ്മിലുള്ള വ്യത്യാസം 8 ആണ്. അപ്പൊ അതും അല്ല. 17ൽ ഡിജിറ്റ് തമ്മിലുള്ള വ്യത്യാസം 6 ആണ്. അതും അല്ല. 35ൽ നോക്ക്, 3ഉം 5ഉം തമ്മിലുള്ള വ്യത്യാസം 2 ആണ് അല്ലെ. അപ്പൊ 5ൽ നിന്ന് 3 പോയാൽ വ്യത്യാസം എത്ര കിട്ടിയിട്ടുണ്ട്? 2 കിട്ടിയിട്ടുണ്ട്. സോ നമുക്ക് ഏത് ആൻസർ എടുക്കാം? 35 ആൻസർ എടുക്കാം. ഇങ്ങനെ ചെയ്യാം കേട്ടോ. ഓപ്ഷൻ ഉപയോഗിച്ച് നമുക്ക് ഇതിലേക്ക് വരാം. അതുപോലെ തന്നെ ഈ വ്യത്യാസം ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാം കേട്ടോ. 18ന് എന്ത് ചെയ്യാം? 9 കൊണ്ട് ഹരിക്കുക.
ഇവിടെ 36 വ്യത്യാസം എന്ന് പറഞ്ഞെന്ന് വിചാരിക്കും. 36 9 കൊണ്ട് ഹരിക്കുക, എത്ര കിട്ടും? 4. അപ്പൊ 4 അവിടുത്തെ ഡിഫറൻസ് എവിടെ വരും? ഇത് മാത്രം നോക്കിയാൽ മതി കേട്ടോ. അപ്പൊ അത് ആ രീതിയിൽ ചെയ്യാമെങ്കിൽ ഉറപ്പായിട്ട് എല്ലാവർക്കും ഉത്തരം കിട്ടും. അടുത്തൊരു ചോദ്യം, the largest natural number which exactly divides the product of any 4 consecutive natural numbers is. ചോദ്യം മനസ്സിലായോ? The largest natural number, ഏറ്റവും വലിയ എണ്ണൽ സംഖ്യ അല്ലെങ്കിൽ നിസ്സർഗ സംഖ്യ, which exactly divides the product of any 4 consecutive natural numbers, തുടർച്ചയായിട്ടുള്ള ഏതെങ്കിലും 4 നാച്ചുറൽ നമ്പേഴ്സിന്റെ പ്രോഡക്റ്റിനെ നിശേഷം ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ എണ്ണൽ സംഖ്യ ആര് എന്നാണ് ചോദ്യം കേട്ടോ. അപ്പൊ ഏറ്റവും വലിയ എന്നൊക്കെ ചോദിക്കുമ്പോൾ, ലാർജസ്റ്റ് എന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് ആരെ ഓർമ്മ വരാൻ സാധ്യതയുണ്ട്? HCFനെ ഓർമ്മ വരാൻ സാധ്യതയുണ്ട്. ഏകദേശം HCF പോലെ ചെയ്യേണ്ട ഒരു ചോദ്യം തന്നെയാണ്. പക്ഷെ നിങ്ങൾ ആലോചിക്കുക, തുടർച്ചയായിട്ടുള്ള നാച്ചുറൽ നമ്പേഴ്സ് അല്ലേ? ആണ്. എത്ര പേരാ? 4 പേര് അല്ലെ? തുടർച്ചയായ 4 നാച്ചുറൽ നമ്പേഴ്സിന്റെ പ്രോഡക്റ്റിനെ, ഗുണനഫലത്തെ നിശേഷം ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ സംഖ്യ എന്നാണ് ചോദ്യം. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? ഈ രീതിയിൽ തുടർച്ചയായിട്ടുള്ള നാച്ചുറൽ നമ്പേഴ്സ് ആരൊക്കെ വരാം? 10, 11, 12, 13 അങ്ങനെ വരാം. 20, 21, 22, 23 അങ്ങനെ വരാം അല്ലെ? 45, 46, 47, 48 അങ്ങനെ വരാം. ഏത് വേണമെങ്കിലും വരാം അല്ലേ? അപ്പൊ നമ്മള് ഇത്തരത്തിലൊരു ചോദ്യം വരുമ്പോ ഇതിനകത്ത് സംഖ്യകൾ എടുത്തിട്ട് അതിനകത്ത് കോമൺ ആയിട്ടുള്ളത് ആര് എന്ന് പരിശോധിക്കലല്ല ഇവിടെ വേണ്ടത് അല്ലെ? ഇപ്പൊ നമ്മൾ ഒരുപാട് രീതിയിലൊക്കെ ചിന്തിക്കും, അല്ലെങ്കിൽ ഇത്രയും വലിയ കാര്യങ്ങളൊക്കെ നമ്മൾ എങ്ങനെ ചെയ്യും എന്ന് ചിന്തിക്കും, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. പകരം നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയോ? തുടർച്ചയായിട്ടുള്ള നാച്ചുറൽ നമ്പേഴ്സിൽ ഏറ്റവും ചെറുതാരാണ്? തുടർച്ചയായിട്ടുള്ള 4 നാച്ചുറൽ നമ്പേഴ്സ് എടുക്കുമ്പം ഏറ്റവും ചെറിയ ഗ്രൂപ്പ് ആരാന്നറിയോ? അത് 1, 2, 3, 4 അല്ലേ മക്കളെ? ഇത്ര എഴുതാൻ നിങ്ങൾക്ക് പറ്റുമോ? തുടർച്ചയായിട്ടുള്ള 4 നാച്ചുറൽ നമ്പേഴ്സിന്റെ ഗ്രൂപ്പാണ്. ആദ്യത്തെ 4 നാച്ചുറൽ നമ്പേഴ്സ് ആരൊക്കെയാണ്? 1, 2, 3, 4 ആണ്. നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ നോക്കുക, ഇവിടെ എന്താണ്? പ്രോഡക്റ്റ് ഓഫ് എനി 4 കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് എന്നല്ലേ? അപ്പൊ നമ്മൾ ഈ തുടർച്ചയായ 4 പേരുടെ പ്രോഡക്റ്റ് അങ്ങ് എടുത്തെഴുതുക. ഈ തുടർച്ചയായ 4 പേരുടെ പ്രോഡക്റ്റ് അങ്ങ് എടുത്തെഴുതുക. അപ്പൊ 2, 3, അതുപോലെ ആര്? 4. ഒന്നെടുക്കണമെന്നുണ്ടോ? ഇല്ല. ഇവരെ ഗുണിച്ചാൽ നമുക്ക് എത്ര കിട്ടും? 24 എന്ന് കിട്ടൂലേ മക്കളെ? ഇത്രയേ ഉള്ളൂ കാര്യം. ഉത്തരമായി കേട്ടോ. അപ്പൊ നിങ്ങൾ എന്താണ് ആലോചിക്കേണ്ടത്? ഇനി അതിന് മുകളിലേക്കുള്ള ഏത് തുടർച്ചയായ 4 നാച്ചുറൽ നമ്പേഴ്സിനെ എടുത്താലും അവരെല്ലാവരും ആരുടെ മൾട്ടിപ്പിൾ ആയിരിക്കും? ഈ 24ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. അല്ലെങ്കിൽ 24 കൊണ്ട് അവരെ നിശേഷം ഹരിക്കാൻ പറ്റും. ശ്രദ്ധിച്ചോ, നല്ല ചോദ്യമാണ്. ഇത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് 2018 ചോദിച്ച ചോദ്യമാണ് കേട്ടോ. ഒരുപാട് പേര് ഇത് വിട്ടിട്ട് പോയി. മാത്രമല്ല പരീക്ഷ നല്ല ടഫ് ആണെന്നുള്ള റിപ്പോർട്ടും കൊടുത്തു കേട്ടോ. ഇതിനകത്തൊന്നും ഇല്ല, ബേസിക് ആയിട്ട് ചിന്തിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അല്ലെ? തുടർച്ചയായിട്ടുള്ള നാച്ചുറൽ നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് എടുക്കുമ്പോൾ ആരുടെ മൾട്ടിപ്പിൾ ആയിരിക്കണം എന്ന് നിർണ്ണയിക്കുന്നത് ഏറ്റവും ചെറിയ നാച്ചുറൽ നമ്പേഴ്സാ. എത്ര പേര്? 4 പേര്. അതാരൊക്കെയാ? 1, 2, 3, 4. 1, 2, 3, 4. ഇവരെ തമ്മിൽ ഗുണിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? 24 കിട്ടും. അത്രേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ ഇനി എന്ത് ചെയ്യരുത്? ടെൻഷൻ ആവരുത്. The largest natural number which exactly divides the product of any 4 consecutive natural numbers എന്നാണ് ചോദ്യം. അപ്പൊ 4 പേരാണ് തുടർച്ചയായത്. അപ്പൊ ആ 4 പേര് എടുക്കുക. ആരൊക്കെയാ? 1, 2, 3, 4. ഇവരെ ഗുണിച്ചെഴുതിയാൽ മാത്രം മതി. 24 അല്ലെ? അങ്ങനെയാണെങ്കിൽ 5 എണ്ണം എന്നാണ് ചോദിക്കുന്നതെങ്കിലോ? 24നോട് ആരെ കൂടെ ഗുണിക്കുക? 5നെ കൊണ്ട് ഗുണിക്കുക. അത്രേ ഉള്ളൂ. അപ്പൊ 120 എത്തിക്കോളും. തെറ്റായോ? നല്ല ചോദ്യമല്ലേ? ഇവിടെ അധികം സമയം കളയേണ്ടതുണ്ടോ? ഒന്നുമില്ല, സിമ്പിൾ ആയിട്ട് ഉത്തരം കിട്ടും. ശരിയല്ലേ മക്കളെ? യെസ്. അടുത്തൊരു ചോദ്യം, വാട്ട് ആർ ദ ലാസ്റ്റ് 2 ഡിജിറ്റ്സ് ഓഫ് ദ നമ്പർ 7⁻45? 7⁻45 എന്ന സംഖ്യയുടെ വാല്യൂ എടുക്കുമ്പോ അതിന്റെ ഏറ്റവും അവസാനത്തെ 2 ഡിജിറ്റ് ആരൊക്കെയാണ് എന്നാണ് ചോദ്യം. സാധാരണഗതിയിൽ നമുക്ക് ഇത്തരം ചോദ്യങ്ങളെ ലാസ്റ്റ് ഡിജിറ്റ് ആര്, അല്ലെങ്കിൽ യൂണിറ്റ് ഡിജിറ്റ് ആര്, അല്ലെങ്കിൽ വൺസ് പ്ലേസിൽ വരുന്ന ഡിജിറ്റ് ആര് എന്നൊക്കെ ചോദ്യം വരാറുണ്ട് അല്ലെ? അപ്പൊ ഇവിടെ 2 ഡിജിറ്റ് ചോദിക്കുമ്പോൾ തന്നെ നമ്മുടെ പിള്ളേർ എന്ത് ചെയ്യും? കൺഫ്യൂഷൻ ആവും. ആകപ്പാടെ നമുക്ക് സാറേ ഇതേ പഠിപ്പിച്ചു തന്നിട്ടുള്ളൂ, 1 ഡിജിറ്റ് കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ യൂണിറ്റ് ഡിജിറ്റ് കണ്ടുപിടിക്കാൻ മാത്രമേ പഠിപ്പിച്ചു തന്നിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് എനിക്ക് ചെയ്യാൻ പറ്റുമോ? ഈസി ക്വസ്റ്റ്യൻ ആട്ടോ. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? ഇപ്പൊ 7⁻45 എന്ന് പറയുന്ന സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം ഏത് എന്ന് കണ്ടുപിടിക്കാം. അതിനെന്താ വേണ്ടതെന്ന് വെച്ചാൽ ഇതിന്റെ പവർ കണ്ടോ? 7⁻45 ആണല്ലോ വന്നിരിക്കുന്നേ. ഓക്കെ, ഈ 45 എന്ന് പറയുന്ന സംഖ്യയെ നിങ്ങൾ എന്ത് ചെയ്യുക? ജസ്റ്റ് 4 കൊണ്ട് ഹരിക്കുക.
45നെ 4 കൊണ്ട് ഹരിക്കുക 1 അപ്പൊ എത്ര കിട്ടി 4. പിന്നെ ആര് വന്നു 5. 5ൽ എത്ര എണ്ണം ഉണ്ട് 1 അപ്പൊ ഒരു 4 4 ബാക്കി എത്ര വന്നു 1 കണ്ടോ. ഇവിടുത്തെ റിമൈൻഡർ എത്രയാന്ന് നോക്കുക അല്ലെ. അപ്പൊ ഇവിടെ നമുക്ക് കിട്ടിയ എന്താണ് 45 എന്ന് പറയുന്ന സംഖ്യ നമ്മൾ 4 കൊണ്ട് ഹരിച്ചു. അപ്പൊ ഇവിടുത്തെ റിമൈൻഡർ ആരാ 1. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ യൂണിറ്റ് ഡിജിറ്റ് കണ്ടുപിടിക്കാൻ നിങ്ങൾ 7/1 എന്നങ്ങ് എടുത്താൽ മതി. 7/1 അതായത് ഇതിന്റെ ഒറ്റയുടെ സ്ഥാനത്തെ അക്ക ആര് തന്നെയായിരിക്കും മക്കളെ 7 തന്നെയായിരിക്കും കണ്ടോ. അപ്പൊ ഒറ്റയുടെ സ്ഥാനത്ത് 7 ആയിട്ടാണ് വരുന്നത്. 10ന്റെ സ്ഥാനത്ത് ആരാണെന്ന് കണ്ടുപിടിക്കാൻ നമുക്ക് അറിയില്ല, വേണ്ട നിങ്ങൾ കണ്ടുപിടിക്കണ്ട. പകരം ഒറ്റയുടെ സ്ഥാനം നോക്കിയേ 7. ഇവിടെ ഒറ്റയുടെ സ്ഥാനത്ത് 7 വരുന്ന ഒരൊറ്റ ഓപ്ഷൻ മാത്രമേ ഉള്ളൂ, ശ്രദ്ധിച്ചോ. അതാരാ ഓപ്ഷൻ എ ആ. ഇവിടെ കിട്ടിയോ, ഇവിടെ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മുടെ ഉത്തരം ആരാ 07. ഇത്രേ ഉള്ളൂ. അല്ല നമുക്ക് 2 ഡിജിറ്റ് കണ്ടുപിടിക്കാൻ അറിയില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇത് വിട്ടിട്ട് പോകരുത്. ഇത്തരത്തിലുള്ള ചോദ്യങ്ങളിൽ നമ്മൾ ഏത് കണ്ടുപിടിച്ചാൽ മതി, യൂണിറ്റ് ഡിജിറ്റ് കണ്ടുപിടിക്കുമ്പോൾ തന്നെ നമുക്ക് എന്ത് കിട്ടും, ഉത്തരത്തിലേക്ക് പോകാനുള്ള മാർഗം തെളിഞ്ഞു വന്നോളും കേട്ടോ. അപ്പൊ യൂണിറ്റ് ഡിജിറ്റ് കണ്ടുപിടിക്കാനുള്ള മെത്തേഡ് എല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ ആ രീതിയിൽ തന്നെ ചെയ്യാം. 7/45 പൂർണ്ണമായി എഴുതി നോക്കിയിട്ടല്ല നമ്മൾ ചെയ്യുന്നത്. ഈ 45 എന്നുള്ള വാല്യൂ എടുക്കുക, പവർ വാല്യൂ എടുക്കുക. അതിപ്പോ 7ന്റെ ആയാലും 5ന്റെ ആയാലും 10ന്റെ ആയാലും ആരുടെ ആയാലും ഇപ്പൊ 73ന്റെ ചോദിച്ചാലോ 78ന്റെ ചോദിച്ചാലോ ആരുടെ ചോദിച്ചാലും നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇതിന്റെ പവർ വാല്യൂ എടുക്കുക അല്ലെ. കൃതി എടുക്കുക. കൃതി എത്രയാ 45. 45നെ ജസ്റ്റ് 4 കൊണ്ട് ഹരിക്കുക. 4 കൊണ്ട് ഹരിക്കുമ്പോൾ ഹരണഫലം എന്ത് കിട്ടുന്നു എന്ന് നമുക്ക് വിഷയമല്ല. പക്ഷെ അവിടെ കിട്ടുന്ന ശിഷ്ടം എത്രയാണ് നോക്കുക. റിമൈൻഡർ വാല്യൂ എത്രയാ 1 അല്ലേ. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടുത്തെ വൺസ് പ്ലേസ് അല്ലെങ്കിൽ യൂണിറ്റ് ഡിജിറ്റ് കണ്ടുപിടിക്കാൻ 7/1 മാത്രം എടുത്താൽ മതി. 7/1 എന്ന് വെച്ചാൽ ആരാണ് 7 ആണ്. സോ നമ്മുടെ ആൻസർ ഏതാ 7ൽ അവസാനിക്കുന്നത് ആരാ 07. അത്രേ ഉള്ളൂ. ചെയ്യാൻ പറ്റൂലേ, എല്ലാവർക്കും ചെയ്യാൻ പറ്റൂലേ, നല്ല ചോദ്യമാണേ. അതുപോലെ അടുത്തൊരു ചോദ്യം, a/4 equal to b/5 equal to c/7 then a plus b plus c by a എന്താണ് എന്നാണ് ചോദ്യം. കേട്ടടാ, ഇവിടെ തന്നിരിക്കുന്ന ആ ചോദ്യത്തിന്റെ സ്ട്രക്ചർ നോക്കിയോണം. a/4 equal to b/5 equal to c/7 കണ്ടോ. ഇങ്ങനെ തന്നിട്ട് നമ്മളോട് ചോദിക്കുകയാണ് എയും ബിയും സിയും കൂടെ കൂട്ടിയിട്ട് എയും ബിയും സിയും കൂടെ കൂട്ടിയിട്ട് അതിനെ എ കൊണ്ട് ഹരിച്ചാൽ എന്ത് കിട്ടും എന്നാണ് ചോദ്യം അല്ലെ. അപ്പൊ ഇത് കാണുമ്പോൾ തന്നെ നമ്മൾ ടെൻഷൻ ആവും. എന്താ, ഇവിടെ എയുടെ വില നമുക്ക് അറിയില്ല, ബിയുടെ അറിയില്ല, സിയുടെ അറിയില്ല. ആകപ്പാട് നമുക്ക് എന്തറിയാം, a/4 അറിയാം, b/5, c/7. ഇവരെല്ലാവരുടെയും വാല്യൂ അറിയാന്നാണോ? അല്ല, ഇവരെല്ലാം ഈക്വൽ ആണെന്ന് തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇവിടെ നിന്ന് നമുക്ക് എ ബി സി ഇവരുടെ തുക എടുത്തിട്ട് എ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് കിട്ടും എന്ന് വെച്ചാൽ സിമ്പിൾ ആണ് മക്കളെ. ഇവിടെ എന്ത് ചെയ്യരുത്, നിങ്ങൾ വെറുതെ എയും ബിയും സിയും കണ്ടുപിടിക്കാനായിട്ട് സമയം കളയരുത്. പകരം എ ആയിട്ട് അതിന്റെ ചുവട്ടിലുള്ള സംഖ്യ എടുക്കുക, ബി ആയിട്ട് അതിന്റെ ചുവട്ടിലുള്ള സംഖ്യ എടുക്കുക, സി ആയിട്ട് അതിന്റെ ചുവട്ടിലുള്ള സംഖ്യ എടുക്കുക. മനസ്സിലായോ? അപ്പൊ എ ബി സി ആരൊക്കെയാ 4, 5, 7 ഇത്ര എഴുതാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. ഇനി എന്താ വേണ്ടേ, എ കൊണ്ട് ഡിവൈഡ് ചെയ്യണ്ടേ. അപ്പൊ എയുടെ മൂല്യം ആരാ 4. ഇത്ര എഴുതിയാൽ മതി. അപ്പൊ 5ഉം 4ഉം 9, 9, 7, 16. അപ്പൊ 16നെ നമ്മൾ എന്ത് ചെയ്യാണ് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. 16നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 4. ഇത്രേ ഉള്ളൂ ഉത്തരം കേട്ടോ. അതിനകത്ത് വേറെ ഒന്നും ടെൻഷൻ ആവേണ്ട കാര്യമില്ല. കൂൾ ആയിട്ട് ചെയ്യുക. ഇവിടെ തന്നിരിക്കുന്ന സ്ട്രക്ചർ എന്താണ്, a/4, b/5, c/7. ഇവിടെ നിന്ന് a plus b plus c by a ആണ് ചോദ്യം. അപ്പൊ എന്താ ചെയ്യണ്ടേ, എയുടെ ചുവട്ടിലുള്ള നമ്പർ a ആയിട്ട് പരിഗണിക്കുക, ബിയുടെ ചുവട്ടിലുള്ള നമ്പർ ബി ആയിട്ടും സിയുടെ ചുവട്ടിലുള്ള നമ്പർ സി ആയിട്ടും പരിഗണിക്കുക. ഇതിനെ ഏത് കൊണ്ട് ഡിവൈഡ് ചെയ്യുക, എ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ എങ്ങനെ എഴുതുക, 5, 4, 9, 9, 7, 16 ആണല്ലോ. 16നെ ജസ്റ്റ് 4 കൊണ്ട് ഹരിച്ചാൽ നമ്മുടെ ഉത്തരമായി. 16നെ 4 കൊണ്ട് ഹരിച്ചാൽ എത്രയായി 4. അത്രേ ഉള്ളൂ കാര്യം. ചെയ്യാൻ പറ്റിയോ? അത്രേ ഉള്ളൂ. അടുത്തൊരു ചോദ്യം ഇങ്ങനെയാണ്, ഇഫ് എക്സ് പ്ലസ് x/2 പ്ലസ് x/4 പ്ലസ് x/8 പ്ലസ് x/16 ഈക്വൽ ടു 31/16 എന്നാണ്. then the value of x is. നല്ലൊരു ചോദ്യമാണ്. ചോദ്യത്തിന്റെ സ്ട്രക്ചർ എന്താണെന്ന് കണ്ടോ. ആദ്യം എന്താണുള്ളത്, എക്സ് ആണുള്ളതേ. എക്സിന്റെ കൂടെ ആരുണ്ടാ, x/2 ഉണ്ട്. പിന്നെ ആരുണ്ട്, അതിന്റെ കൂടെ x/4 ആഡ് ചെയ്തിട്ടുണ്ട്. ഒന്നും കൂടെ എടുക്കുകയാണെങ്കിൽ അതാരാണ്, x/8 ആണ് അല്ലെ. അത് കഴിഞ്ഞ് നോക്കുമ്പോ x/16 ആണ്. കണ്ടോ,
ഇതിന്റെ മൂല്യം എത്രാന്ന് എഴുതിയിട്ടുണ്ട്? 31/16 എന്ന് എഴുതിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ എക്സിന്റെ മൂല്യം എന്ത്, അല്ലെങ്കിൽ എക്സ് എന്താണ് എന്നാണ് ചോദ്യം. അപ്പൊ ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ ദാണ്ടോ എല്ലാ ടേമിലും ആര് വന്നിട്ടുണ്ടാ? എക്സ് ഉണ്ടല്ലേ. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എക്സിനെ കോമൺ ആയിട്ട് അങ്ങ് എടുക്കാം. എക്സിനെ അങ്ങ് മാറ്റിയിട്ടാൽ ഈ എക്സിനെ എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 കിട്ടും അല്ലെ. ഈ x/2 നിന്ന് എക്സ് മാറിയാൽ എന്ത് കിട്ടും? 1/2 എന്ന് കിട്ടും. x/4 1/4 എന്ന് കിട്ടും. x/8 1/8 എന്ന് കിട്ടും. x/16 1/16 ഇങ്ങനെ എഴുതാൻ കഴിയുമോ മക്കളെ? അല്ലെ, ഇതിന്റെ വാല്യൂ ആണ് ആര്? 31/16. ഓക്കെ, ഇനി നിങ്ങൾക്ക് എല്ലാം അറിയുന്ന ഒരു ചെറിയ കാര്യം ഞാൻ പറഞ്ഞു തരട്ടെ. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എടാ 1/2 എന്ന് പറയുന്ന സംഖ്യ 2-1 അല്ലെ, ഇതിനോട് നമ്മളൊരു 4-1 കൂട്ടിയാൽ എന്താ കിട്ടുക? ഇവര് തമ്മിൽ കൂട്ടിയാൽ എന്താ കിട്ടുക? 1/2നോട് 1/4 കൂട്ടിയാൽ നമുക്ക് കിട്ടുന്ന നമ്പർ 3/4 ആണെന്ന് അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? ഇല്ല, എല്ലാവർക്കും അറിയാം അല്ലെ. അതുപോലെ തന്നെ ഇപ്പൊ 1/2നോട് 1/4 കൂട്ടിയ ശേഷം ഒരു 1/8 കൂടി കൂട്ടുകയാണെന്ന് വിചാരിക്കുക. ഇതിന്റെ ഉത്തരം എന്താ അറിയോ? അത് 7/8 ആണ്. അറിയാലോ അല്ലെ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് 1/2നോട് 1/4 കൂട്ടിയ ശേഷം അതിൽ പിന്നെ ഒരു 1/8 കൂട്ടുന്നു, പിന്നെയും അതിലൊരു 1/16 കൂടി കൂട്ടുകയാണെന്ന് വിചാരിക്കുക. സപ്പോസ് ഇത് ഞാൻ നിങ്ങൾക്ക് എല്ലാം അറിയുന്ന കാര്യമാണ്, വെറുതെ ഒന്ന് സൈഡിൽ എഴുതുന്നേ ഉള്ളൂ കേട്ടോ. നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അല്ലെങ്കിൽ നിങ്ങൾ എന്റെ കൂടെ ഒന്ന് ബുക്കിൽ എഴുതിയാൽ മതി. എന്റെ ടെക്നിക്ക് എന്താന്ന് പറഞ്ഞാൽ, അപ്പൊ ഇവരെ കൂട്ടിയാൽ എന്ത് കിട്ടും? 15/16 എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ. ഇതറിയാത്ത ആൾക്കാർ ആരും ഇല്ലല്ലോ. അതായത് 1/2 ഈ ക്രമം കൃത്യമായിട്ട് പാലിക്കുക. 1/2 1/4 അപ്പൊ 3/4. അപ്പൊ 1/2 1/4 1/8 അപ്പൊ ആൻസർ 7/8. പിന്നെ 1/2 1/4 1/8 1/16 അങ്ങനെയാണെങ്കിൽ 15/16 ആണല്ലോ. അതിന്റെ ക്രമം എങ്ങനെയാ ഓർത്തിരിക്കേണ്ടതെന്ന് വെച്ചാൽ, ഇവിടെ 1/2 1/4 വന്നാൽ അവരുടെ തുക കണ്ടുപിടിക്കാൻ ഇതാ ഇവിടുത്തെ 4 ഇല്ലേ മക്കളെ, ഛേദത്തിലെ 4, ആ 4 ഇവിടെ അത് എഴുതുക. എന്നിട്ട് അതിൽ നിന്ന് 1 കുറയ്ക്കുക. 4-ൽ നിന്ന് 1 കുറച്ചാൽ 3. ഇതാണ് ഇതിന്റെ ക്രമം. ഇത് അറിയാത്തവർക്ക് വേണ്ടി പറയുന്നതാണ്. ഒരുപാട് പേർക്ക് അറിയാം, അറിയാത്തവർക്കും അറിയാം. അപ്പൊ 1/2 1/4 1/8 ഇതിന്റെ തുക എന്താന്ന് വെച്ചാൽ 8 അതുപോലെ എഴുതുക. ഓക്കെ, 8 1 കുറച്ചേ 7 കണ്ടോ. അതുപോലെ 1/2 1/4 1/8 1/16 അങ്ങനെയാണെങ്കിൽ 16 എവിടെ എഴുതുക? താഴെ എഴുതുക. അതിൽ നിന്ന് 1 കുറയ്ക്കുക, 15 മുകളിൽ എഴുതുക. അപ്പൊ ആ ഒരു ക്രമം അനുസരിച്ചാണെങ്കിൽ നിങ്ങൾ നോക്കിയടാ, ഈ 4 സംഖ്യകളുടെ തുക എന്ന് പറയുന്നത് എന്തായിരിക്കും? 1/2 പ്ലസ് 1/4 പ്ലസ് 1/8 പ്ലസ് 1/16 എന്ന് പറയുന്നത് ഉറപ്പായിട്ടും 15/16 ആയിരിക്കൂലേ? 15/16 കണ്ടോ. അപ്പൊ ഇത്രയും ഭാഗത്തിന്റെ തുകയാണ് 15/16. ഇതിന്റെ കൂടെ നമ്മൾ എന്ത് ആഡ് ചെയ്യണം? ഒരു 1 ആഡ് ചെയ്യണം, മറക്കരുത്. അപ്പൊ 1 പ്ലസ് 15/16 എന്നല്ലേ അല്ലെ. ഇതിന്റെ പുറത്തൊരു എക്സ് ഉണ്ട് എന്നുള്ള കാര്യം വിട്ടുപോകരുത് കേട്ടോ. ഈ എക്സ് നമുക്ക് അവസാനം എടുക്കാം. ഓക്കെ, അപ്പൊ ഈക്വൽ ടു എത്ര കിട്ടി? 31/16 എന്നല്ലേ മക്കളെ. ഇത്രയും ഓക്കെ ആണല്ലോ. എടാ 1 പ്ലസ് 15/16 ഒരു ഭിന്നസംഖ്യയോട് 1 ആഡ് ചെയ്യണം. 15/16 എന്ന് പറയുന്ന ഭിന്നസംഖ്യയോട് 1 ആഡ് ചെയ്യുന്നതിന് പകരം എന്ത് ചെയ്യണം എന്നറിയോ? അതിന്റെ ഛേദസംഖ്യ അതുപോലെ എഴുതാം. എന്നിട്ട് ഈ അംശവും ഛേദവും തമ്മിൽ അങ്ങ് കൂട്ടിയെഴുതാം. ഇതിന്റെ ആവശ്യമുള്ളൂ. ഒരു ഭിന്നസംഖ്യയോട് 1 ആഡ് ചെയ്യുന്നതിന് പകരം ഛേദസംഖ്യ ഡിനോമിനേറ്റർ വാല്യൂ അതുപോലെ എഴുതുക. എന്നിട്ട് അംശവും ഛേദവും തമ്മിൽ കൂട്ടുക. 15ഉം 16ഉം കൂടെ കൂട്ടിയാൽ എത്രയാ? 31 അല്ലേ. അപ്പൊ 31/16 ഇത് ആരോടാണ്? എക്സിനോട് ഗുണിച്ചിരിക്കുക കേട്ടോ. എക്സ് കോമൺ ആണല്ലേ. അപ്പൊ ഇവിടുത്തെ വാല്യൂ ആണ് 31/16. കണ്ടോ. ഇനി നിങ്ങളോട് ചോദിക്കുകയാണ് എക്സിന്റെ മൂല്യം എന്താണ് അല്ലെ. ഇനിയിപ്പോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഒരു ബുദ്ധിമുട്ടും ഇല്ല. 31/16 രണ്ട് സൈഡിലും ഉണ്ട്. അപ്പൊ ഈ എക്സ് എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു അധികപ്പറ്റല്ലേ ആണ്. അപ്പൊ എക്സിന്റെ മൂല്യം ഇവിടെ നമുക്ക് 0 കൊടുക്കാൻ പറ്റുമോ? ഇല്ല, 0 കൊടുത്തത് മൊത്തം പോയി. അപ്പൊ എക്സിന് മൂല്യം കൊടുക്കാൻ പറ്റുന്നത് 1 എന്നാണ്. അപ്പൊ എക്സിന് ഏതേ കൊടുക്കാനുള്ളടാ? 1 എന്നേ കൊടുക്കാനുള്ളൂ കേട്ടോ. എക്സിന് ഏതേ കൊടുക്കാനുള്ളൂ? 1 എന്ന് മാത്രമേ കൊടുക്കാനുള്ളൂ. സോ നമ്മുടെ ആൻസർ 1. ചെയ്ത കാര്യം വ്യക്തമായി മനസ്സിലാക്കിക്കോ. ഈ തന്നിരിക്കുന്ന ഒരു സീരീസിന്റെ പ്രത്യേകത നോക്കുക. 1/2 1/4 1/8 1/16 ഇവരെ തമ്മിൽ കൂട്ടിയാൽ നമുക്ക് എന്തേ കിട്ടുള്ളൂ? 15/16 എന്നേ കിട്ടുള്ളൂ. എന്നാൽ ഇതിലേക്ക് നമ്മൾ ഈ 1നെ കൂടി ആടുകയാണ് അല്ലെ. ആ എക്സ് മാറ്റി നിർത്തിയാൽ അവിടെ ഒരു 1 ഉണ്ട്. ആ 1നെ കൂടി ആഡ് ചെയ്താൽ നമുക്ക് അവിടെ എന്തേ കിട്ടുള്ളൂ? 15/16നോട് 1 ആഡ് ചെയ്താൽ, അല്ലെങ്കിൽ 1/1 എന്നുള്ള രീതിയിൽ എടുത്താലും കുഴപ്പമില്ല.
ആഡ് ചെയ്താൽ നമുക്ക് 31/16 എന്നേ കിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന എക്സ് എന്ന് പറയുന്നത് നമ്മളെ പറ്റിക്കാനായിട്ട് തന്നിരിക്കുന്ന ഒരു വാല്യൂ ആണെന്ന് മനസ്സിലാക്കുക. അവിടുത്തെ എക്സ് എന്ന് വെച്ചാൽ ആരേ ഉള്ളടാ, 1 ഉള്ളൂ കേട്ടോ. അപ്പൊ എക്സ് എന്താണ് എന്ന ചോദ്യത്തിന് നമ്മൾ 1 എന്ന് ഉത്തരം പറയുക. ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്, പലരും ഈ ചോദ്യം ചെയ്യാറില്ല കേട്ടോ. അപ്പൊ ഒന്നും കൂടി വീഡിയോ കണ്ടതിന് ശേഷം ഒന്നും കൂടെ നോട്ടിലേക്ക് അത് പകർത്തുക കേട്ടോ. വേണമെങ്കിൽ നിങ്ങൾക്ക് x/32 വരെ നോട്ട് ബുക്കിൽ എഴുതിയിട്ടേ അതൊരു വേറൊരു ചോദ്യമാക്കി എഴുതി ചെയ്ത് നോക്കിയേ. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടെ സെറ്റ് ആവും കേട്ടോ. അപ്പോ അടുത്തൊരു ചോദ്യമാണ്, ഇഫ് 2a+b, 2ന്റെ പവറിൽ a+b വന്നിരിക്കുക കേട്ടോ. ഇതൊക്കെ കാണുമ്പോ തന്നെ പലരും വിട്ടിട്ട് ഓടും അല്ലെ. 2a+b ഈക്വൽ ടു എന്ത് വന്നിട്ടുണ്ട്, 4 × 8 × 16. then a+b ഹോൾ സ്ക്വയർ എത്ര എന്നാണ് ചോദ്യം. ഇഫ് 2a+b ഈക്വൽ ടു 4 × 8 × 16, then a+b യുടെ സ്ക്വയർ എത്ര എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പൊ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് ഐഡന്റിറ്റി അല്ലേ. അപ്പൊ ഐഡന്റിറ്റിയിലേക്ക് കൊണ്ടുവരണ്ടേ, എയും ബിയും കണ്ടുപിടിക്കണ്ടേ. ഇതൊക്കെയാണ് എല്ലാവരുടെയും ആശങ്ക. ഇതിന്റെ ഒന്നും ഒരു ആവശ്യമില്ല, എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറയാം. ഓക്കെ, അപ്പൊ അതെന്താന്ന് പറഞ്ഞു തരട്ടെ. അപ്പൊ ആ ചോദ്യം ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് പറയുകയാണേ. എടാ ഇവിടെ 2ന്റെ പവർ ആട്ടോ, 2a+b ആ. പക്ഷെ ഇവിടെ കിടക്കുന്നുണ്ടോ 2a+b എന്ന് പറയുന്നത് 2a+b എന്ന് നമുക്ക് തന്നിട്ടേ അതിന്റെ എതിർദിശയിൽ അല്ലെങ്കിൽ സമത്തിനപ്പുറത്ത് ഈക്വൽ സൈനിനപ്പുറത്ത് തന്നിരിക്കുന്നുണ്ടോ 4 × 8 × 16. ഇവിടെ എങ്ങും 2 കാണുന്നില്ല അല്ലെ. ശരിക്കും ഇവിടുത്തെ ബേസ് നമ്പർ എന്ന് പറയുന്ന ആരാ, 2 അല്ലേ. അപ്പൊ ശരിക്കും ഇവിടെയും 2 വരണ്ടേ, വരണം. അപ്പൊ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, എടാ ഈ 4 എന്ന് വെച്ചാൽ ആരാണ്, 4 2ന്റെ പവർ ആയിട്ട് എഴുതുക, 2ന്റെ സ്ക്വയർ അല്ലേ. അതുപോലെ 8 എന്ന് പറയുന്ന സംഖ്യ ഉണ്ടോ, 8 ആരാ, 2ന്റെ ക്യൂബ് അല്ലേ, അതവിടെ എഴുതാം അല്ലെ. 16 എന്ന് പറയുന്ന സംഖ്യ ആരാടാ, 2a4 അല്ലേ മക്കളെ. ഓക്കെ, അപ്പൊ 2a+b എന്നതിന് നമ്മൾ 4 × 8 × 16 എന്നുള്ള ക്രമം മാറ്റിയിട്ട് എല്ലാം 2ന്റെ പവറിലാക്കി. 2ന്റെ സ്ക്വയർ, 2ന്റെ ക്യൂബ്, 2a4. അങ്ങനെയാണെങ്കിൽ ഇതിനെ നമുക്ക് എല്ലാം കൂടെ ചേർത്തിട്ടേ 2a3 3 2 5 5 4 9. ഇപ്പൊ 2a9 എന്ന് എഴുതിക്കൂടെ അല്ലെ. അപ്പൊ ഇതാണ് ശരിക്കും 2a+b യുടെ വാല്യൂ. അപ്പൊ 2a+b എന്ന് വെച്ചാൽ ശരിക്കാരാണ് 2a9 ആണ്. 2a+b ആരാണ്, 2a9 ആണ്. അങ്ങനെയാണെങ്കിൽ a+b എത്രയാ മക്കളെ, പറടാ, 9. അപ്പൊ a+b യുടെ സ്ക്വയർ അല്ലേ ചോദ്യം. അങ്ങനെയാണെങ്കിൽ 9ന്റെ സ്ക്വയർ, a+b യുടെ സ്ക്വയർ 9ന്റെ സ്ക്വയർ ആണ്. 9ന്റെ സ്ക്വയർ ആരാ, 81. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ ആണ് ഈ ചോദ്യം കേട്ടോ. ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ 2ന്റെ ബേസിലേക്ക് കൊണ്ടുവരണം എന്നുള്ള കാര്യം ശ്രദ്ധിച്ചില്ലെങ്കിൽ പണി കിട്ടും കേട്ടോ. അപ്പൊ ഈ ചെയ്ത കാര്യം എന്താന്ന് നോക്കുക, ഈ തന്നിരിക്കുന്ന വാല്യൂ 2ന്റെ പവറിലാണ്. പക്ഷെ അതിന് ഈക്വലായി തന്നിരിക്കുന്ന വാല്യൂസ് ഒന്നും 2ന്റെ പവറിലല്ല, അവരെ 2ന്റെ പവറിലേക്ക് കൊണ്ടുവരിക. അപ്പൊ 4 എന്ന് പറയുന്ന ആരാണ്, 2ന്റെ സ്ക്വയർ ആണ്. 8 എന്ന് വെച്ചാൽ ആരാണ്, 2ന്റെ ക്യൂബ് ആണ്. 16 എന്ന് വെച്ചാൽ ആരാണ്, 2a4 ആണ്. അപ്പൊ ഇവരെ ചേർത്ത് എഴുതിയാൽ 2a3 3 2 5 5 4 9 അല്ലെ. ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാം, 2a+b എന്ന് പറയുന്ന ആരാണ്, 2a9 ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടുന്ന് a+b യെ 9 എന്ന് വിളിക്കാം. അപ്പൊ a+b യുടെ സ്ക്വയർ കണ്ടുപിടിച്ചാൽ പോരെ. അപ്പൊ a+b യുടെ സ്ക്വയർ എന്താന്ന് വെച്ചാൽ 9ന്റെ സ്ക്വയർ എഴുതിയാൽ മതി. 9ന്റെ സ്ക്വയർ ആരാ, 81. ഇതാണ് ഇതിന്റെ ഉത്തരം. കണ്ടോ, വേറൊന്നും നോക്കാനില്ല, സിമ്പിൾ ആണ് സംഗതി. പിടികിട്ടിയോ? അപ്പൊ ഈ ചോദ്യങ്ങൾ ചെയ്താൽ ഉത്തരം കിട്ടും, ചെയ്തില്ലെങ്കിലോ ഒന്നും നടക്കില്ല. നമ്മളൊന്ന് ജസ്റ്റ് എഴുതിയാൽ എന്ത് കിട്ടും, ആ ചോദ്യത്തിന്റെ ഉത്തരം കിട്ടും കേട്ടോ. ശരി, അടുത്തൊരു ചോദ്യം. √0.0025 into √2.25 into √0.0001. കണ്ടോ, നല്ല ചോദ്യമല്ലേ. ഇതിനകത്ത് എല്ലാം ദശാംശ സംഖ്യകളാ. ദശാംശ സംഖ്യകളുടെ റൂട്ട് എടുത്തിട്ട് ഗുണിക്കാനാ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ആദ്യത്തെ വാല്യൂ ഉണ്ടോ, √0.0025. അപ്പൊ റൂട്ട് എടുക്കണമെങ്കിൽ ആദ്യം ദശാംശം ഇല്ലാതെ റൂട്ട് എടുക്കാം അല്ലെ. അപ്പൊ √0.0025 ആണെങ്കിൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് 25ന്റെ റൂട്ട് അങ്ങ് എടുത്തരുക. 25ന്റെ റൂട്ട് എത്രയാ, 5. ഇതിൽ എത്ര ദശാംശ സ്ഥാനം ഉണ്ട്, 4 എണ്ണം അല്ലെ. നമ്മൾ ഉത്തരം എഴുതുമ്പോൾ ഇതിനകത്ത് 2 സ്ഥാനമേ എഴുതാവൂ. കണ്ടോ, പിടികിട്ടിയോ? അപ്പൊ എന്റെ റൂട്ട് എടുത്ത് എഴുതി കഴിഞ്ഞു.
അപ്പൊ റൂട്ട് ഓഫ് 0.0025ന്റെ റൂട്ട് എന്താണ് എന്ന് ചോദിച്ചാൽ അല്ലെ, അല്ലെങ്കിൽ റൂട്ട് ഓഫ് 0.0025 എന്താണ് എന്ന് ചോദിച്ചാൽ എന്ത് ചെയ്യാം? 25ന്റെ റൂട്ട് 5, എത്ര ദശാംശ സ്ഥാനം? 2, ഇവിടെ ഉള്ളതിന്റെ നേരെ പകുതി. അടുത്തതിൽ വരുമ്പോഴേ 2.25 അല്ലേ ആണ്. ഇതിന്റെ റൂട്ട് എടുക്കാൻ എന്ത് ചെയ്യാ? 225ന്റെ റൂട്ട് എടുക്കാം. 225ന്റെ റൂട്ട് എത്രയാ? 15. ഇത് എഴുതാൻ പറ്റുമോ? പറ്റും. ഇതിൽ എത്ര ദശാംശ സ്ഥാനമുണ്ട്? 2 സ്ഥാനമുണ്ട്. നമ്മൾ ഇവിടെ എഴുതുമ്പോൾ 1 സ്ഥാനം കൊടുത്താൽ മതി. റൂട്ട് എടുക്കുമ്പോൾ ഒരൊറ്റ സ്ഥാനം മതി. അടുത്തതിൽ വരുമ്പോ റൂട്ട് ഓഫ് 0.0001 ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ? 1ന്റെ റൂട്ട് എടുത്തെഴുതുക. 1ന്റെ റൂട്ട് എത്രയാ? 1 തന്നെയാണ്. ദശാംശ സ്ഥാനം 4 ഉണ്ട്. റൂട്ട് എടുക്കുമ്പോൾ 2 എഴുതിയാൽ മതി. അപ്പൊ 0.01. എല്ലാവരുടെയും റൂട്ട് എഴുതിയില്ലേ? എല്ലാവർക്കും ചെയ്യാൻ പറ്റിയില്ലേ? അല്ലാതെ ഈ ക്വസ്റ്റ്യന്റെ വലിപ്പം കണ്ടിട്ട് അല്ലെങ്കിൽ നമ്പറിന്റെ വലിപ്പം കണ്ടിട്ട് വിട്ടിട്ട് ഓടരുത്. അത്യാവശ്യം ചെറിയ നമ്പേഴ്സിന്റെ ഒക്കെ റൂട്ട് എഴുതാൻ അറിയുന്ന ഒരാളിന് ഈസി ആയിട്ട് എന്ത് ചെയ്യാം? റൂട്ട് എടുത്ത് എഴുതാൻ പറ്റും. നമ്പറിന്റെ റൂട്ട് എഴുതി ദശാംശ സ്ഥാനം കൃത്യമായി കൊടുത്തു. ഇനി ഇവരുടെ പ്രോഡക്റ്റ് അല്ലേ, ഇവരുടെ ഗുണനഫലം അല്ലേ വേണ്ടേ? അല്ലെ, ഗുണിക്കാൻ പോവാ. ആരൊക്കെ തമ്മിൽ? 0.05, 1.5 പിന്നെ 0.01 ഇവരുടെ ഗുണനഫലമാണ് വേണ്ടത്. അതിന് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് സംഖ്യകൾ മാത്രം എടുത്തും ഗുണിക്കുക. സംഖ്യകൾ ആരൊക്കെയാ? ഇവിടെ ഒരു 5, ഇവിടെ ഒരു 15, ഇവിടെ ഒരു 1. 5ഉം 15ഉം കൂടെ ഗുണിച്ചാൽ എത്ര കിട്ടും? 75. 5ഉം 15ഉം ഗുണിച്ചാൽ 75. ദശാംശ സ്ഥാനം എത്ര എണ്ണം ഉണ്ട്? 1, 2, 3, 4, 5. 5 ദശാംശ സ്ഥാനവും 75ഉം അല്ലെ. അപ്പൊ 75 എന്ന് പറയുന്ന സംഖ്യയിൽ 75ൽ 2 ഡിജിറ്റേ ഉള്ളൂ. നമുക്ക് എത്ര സ്ഥാനം കൊടുക്കണം? 5 സ്ഥാനം കൊടുക്കണം. അപ്പൊ എത്ര പൂജ്യം കൂടെ കൊടുക്കുക? ഒരു 3 പൂജ്യം കൂടെ കൊടുത്തോളൂ. കണ്ടോ? അപ്പൊ നമ്മുടെ ആൻസർ ഏതാ? 0. അല്ലെ, 0.0075. ഇങ്ങനെ ഒരു ഉത്തരം ഉണ്ടോ? ഉണ്ട്. ആദ്യത്തെ ഓപ്ഷൻ തന്നെയാണ് നമ്മുടെ ഉത്തരം. പിടികിട്ടിയോ? അപ്പൊ റൂട്ട് എടുത്ത് എഴുതുക, എന്നിട്ട് ആ സംഖ്യകളെ ഒന്ന് ഗുണിച്ചെഴുതുക. വേറെ ഒന്നും ഇവിടെ ചെയ്തിട്ടില്ല. ചെയ്ത കാര്യം എത്ര ഉള്ളൂ? ഇതാണ്ടോ, ഈ കാണുന്ന സംഖ്യയിൽ 25ന്റെ റൂട്ട് എടുത്ത് നമ്മൾ 5 എന്ന് എഴുതി. എത്ര ദശാംശ സ്ഥാനം? ഇവിടെ 4 സ്ഥാനമുണ്ട്. നമ്മൾ എഴുതുമ്പോൾ 2 സ്ഥാനം എഴുതുക. അപ്പൊ 0.05. അടുത്ത 225ന്റെ റൂട്ട് എടുത്ത് എഴുതുക. എത്രയാ? 15. അതിൽ ഒരു ദശാംശ സ്ഥാനം 1.5. അടുത്തതിൽ വരുമ്പോ 0.0001. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 1ന്റെ റൂട്ട് എടുത്ത് എഴുതണം. എന്നിട്ട് ദശാംശ സ്ഥാനം എത്ര കൊടുക്കുക? 2 സ്ഥാനം കൊടുക്കുക. അപ്പൊ 0.01 ഇവരെ ഗുണിക്കണം അല്ലെ. 5ഉം 15ഉം തമ്മിൽ ഗുണിച്ചാൽ 75 ആണ് അല്ലെ. ദശാംശ സ്ഥാനം എത്ര കൊടുക്കണം? 5 സ്ഥാനം കൊടുക്കണം. അപ്പൊ ഉത്തരം 0.000075. കണ്ടോ? ഉത്തരായില്ലേ? ഇതാണ് ഇവിടുത്തെ ഉത്തരം. ക്ലിയർ ആയോ? അപ്പൊ 2025 നമ്മുടെ കേരള PSCയുടെ പരീക്ഷകൾക്ക്, അത് ഡിഗ്രി ലെവലായാലും 10th ലെവലായാലും യൂണിഫോം പരീക്ഷകളായാലും പരീക്ഷകൾക്കായിട്ട് തയ്യാറെടുക്കുന്നവർക്കായിട്ട് ഓൾറെഡി പ്രിപ്പറേഷൻസ് എൻട്രി ആപ്പിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ താല്പര്യമുള്ളവർക്കെല്ലാം അതിലേക്ക് പങ്കെടുക്കാം. അതിനായിട്ട് നിങ്ങൾക്ക് താഴെ തന്നിട്ടുള്ള ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാം കേട്ടോ. അപ്പൊ നിങ്ങളുടെ ഡീറ്റെയിൽസ് അതിനകത്ത് കൊടുത്താൽ മതി. നിങ്ങൾക്ക് അതിന്റെ കോഴ്സിന്റെ ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളും ഒക്കെ അവര് അയച്ചേരുന്നതായിരിക്കും. അപ്പൊ താല്പര്യമുള്ളവർക്കെല്ലാം ജോയിൻ ചെയ്യാം. അപ്പൊ അടുത്ത വർഷത്തേക്കുള്ള പരിപാടികൾ ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പല ബാച്ചസ് ആയിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതിലൊരു ബാച്ചിലേക്ക് നിങ്ങൾക്കും ജോയിൻ ചെയ്യാം. അപ്പൊ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പൊ ഒരു ചോദ്യം കൂടെ നോക്കാടാ. ഔട്ട് ഓഫ് 4 നമ്പേഴ്സ്, 4 സംഖ്യകളുണ്ട്. ദ ആവറേജ് ഓഫ് ഫസ്റ്റ് 3 ഈസ് 16 ആൻഡ് ദാറ്റ് ഓഫ് ലാസ്റ്റ് 3 ഈസ് 15. ഇഫ് ദ ലാസ്റ്റ് നമ്പർ ഈസ് 18, ദ ഫസ്റ്റ് നമ്പർ ഈസ്. ചോദ്യം വായിച്ചു തരുമ്പോ തന്നെ ഏതാണ്ട് വട്ടാവുന്ന പോലെ തോന്നുന്നുണ്ടോ? ചോദ്യം കൃത്യമായിട്ട് മനസ്സിലാക്കുക. മൊത്തം 4 സംഖ്യകളുണ്ട്. ആ 4 സംഖ്യകൾ ആവറേജ് ഓഫ് ഫസ്റ്റ് 3 ഈസ് 16. ആദ്യത്തെ 3 പേരുടെ ആവറേജ് 16. ഓക്കെ. ദാറ്റ് ഓഫ് ലാസ്റ്റ് 3 ഈസ് 15. അവസാനത്തെ 4 പേരുടേതാണെങ്കിൽ 15. ഓക്കെ. ലാസ്റ്റ് നമ്പർ ഈസ് 18. ഏറ്റവും അവസാനത്തെ നമ്പർ ആരാണ്? 18 ആണ് അല്ലെ. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് നമ്പർ ഏത്? ആദ്യത്തെ സംഖ്യ ഏത്? സിമ്പിൾ ക്വസ്റ്റൻ അല്ലേ? സിമ്പിൾ ക്വസ്റ്റൻ ആണ്. ചോദ്യം വായിക്കുമ്പോഴത്തേക്കുള്ള ഭീകരതയൊന്നും ഉത്തരം ചെയ്യാനായിട്ടില്ല. ഈ 4 സംഖ്യകളെ നിങ്ങൾ 4 ലെറ്റേഴ്സ് ആക്കി അങ്ങ് പരിഗണിക്കുക. സംഖ്യകളൊന്നും നമുക്ക് അറിയില്ലല്ലോ. അപ്പൊ ഈ സംഖ്യകളെ ഞാൻ ABCD എന്നിങ്ങനെ 4 ലെറ്റേഴ്സ് ആക്കി പരിഗണിച്ചു. പ്രശ്നമുണ്ടോ? ഇല്ല. ഇതിൽ ആദ്യത്തെ 3 പേരുടെ ആവറേജ് 16 ആണ്. ആദ്യത്തെ 3 പേര് ആരൊക്കെയാ? Aയും Bയും Cയും. ഇവരുടെ ആവറേജ് എന്ന് വെച്ചാൽ ഇവരുടെ തുകയെ എണ്ണം കൊണ്ട് ഹരിച്ചാൽ പോരെ.
എയും ബിയും സിയും കൂടെ കൂട്ടിയിട്ട് 3 കൊണ്ട് ഹരിച്ചാൽ 16 എന്ന് കിട്ടും. ഓക്കെ, ദാറ്റ് ഓഫ് ലാസ്റ്റ് 3 നമ്പേഴ്സ്, അവസാനത്തെ 3 സംഖ്യകൾ ആരൊക്കെയാ? ബിയും സിയും ഡിയുമാണ് അല്ലെ. ഈ 3 സംഖ്യകളുടെ ആവറേജ് ബി സി ഡി എന്നിങ്ങനെ ഈ 3 സംഖ്യകളുടെ ആവറേജ് എന്ന് പറയുന്നത് എത്രയാടാ? ഇത് നമുക്കറിയാം എത്രയാണ്? തന്നിട്ടുണ്ട് 15 അല്ലെ. ഇപ്പൊ ഇവിടെ നിന്ന് നമുക്ക് രണ്ട് കാര്യങ്ങൾ എഴുതാം. അതായത് എയും ബിയും സിയും കൂടെ കൂട്ടിയിട്ട് 3 കൊണ്ട് ഹരിച്ചാൽ 16 ആണെങ്കിൽ എയുടെയും ബിയുടെയും സിയുടെയും കൂടെ തുക എന്ന് പറയുന്നത് 16 ഇൻറ്റു 3 അല്ലേ? 16 ഇൻറ്റു 3 48 എഴുതാമല്ലോ. ഓക്കെ, അടുത്ത കേസിലേക്ക് വരികയാണെങ്കിൽ ബിയും സിയും ഡിയും ആണ് അല്ലെ. ബി സി ഡി ഇവരെ കൂട്ടി എഴുതിയാൽ എന്ത് കിട്ടും എന്ന് ചോദിച്ചാൽ 15 ഇൻറ്റു 3 45 ഇങ്ങനെ എഴുതാമല്ലോ. എഴുതാം. ഇനി പറയാണ് ദ ലാസ്റ്റ് നമ്പർ ഈസ് 18. ലാസ്റ്റ് നമ്പർ ആരാ? ഡി. അപ്പൊ ഡി എന്ന ലാസ്റ്റ് നമ്പർ ആരാണ്? 18 ആണ്, 18 ആണ്. അപ്പൊ ഡി എന്ന ലാസ്റ്റ് നമ്പർ 18 ആണ്. അങ്ങനെയാണെങ്കിലേ ഞാൻ ചോദിക്കട്ടെ മക്കളെ, ഇവിടെ നിന്ന് ബി പ്ലസ് സി നമുക്ക് എഴുതിക്കൂടെടാ? ബിയും സിയും ഡിയും കൂടെ കൂട്ടിയാൽ 45 ആണ്. ഇതിൽ ഡി 18 എന്ന് നമുക്ക് അറിയാമെങ്കിൽ ബി പ്ലസ് സി എന്ന് പറയുന്നത് എന്തായിരിക്കും? 45 മൈനസ് 18 എന്നെടുത്താൽ പോരെ. 45 നിന്ന് 18 പോയാൽ നമുക്ക് 27 എന്ന് എഴുതാലോ. എഴുതാം. അപ്പൊ ബിയും സിയും കൂടെ കൂട്ടിയാൽ 27 എന്നെഴുതാം. ബിയും സിയും കൂട്ടിയാൽ 27. അപ്പൊ ബിയുടെയും സിയുടെയും കൂടെ തുക 27 ആണെങ്കിൽ അല്ലെ, ഇത് 27 ആണെങ്കിൽ ഇവിടെ നിന്ന് എഴുതി കൂടെ. എഴുതാം. എത്രയാ? എയുടെ മൂല്യം എന്ന് പറയുന്നത് 48 നിന്ന്, അതായത് എയുടെയും ബിയുടെയും സിയുടെയും കൂടെ തുകയായ 48 നിന്ന് ആരെ കുറച്ചാൽ മതി? ബിയുടെയും സിയുടെയും കൂടെ തുകയായ 27 കുറച്ചാൽ മതി അല്ലെ. 48 നിന്ന് 27 കുറച്ചാൽ നമുക്ക് കിട്ടുന്നത് 21. ഇത് ആരുടെ മൂല്യമാണ്? എയുടെ മൂല്യമാണ്. അപ്പൊ എക്ക് എത്രയാണ് വില? 21 ആണ് വില. തെറ്റരുത് കേട്ടോ. അപ്പൊ എയുടെ മൂല്യം എന്താണെന്ന് വെച്ചാൽ ഈസി ആയിട്ട് പറയാം. അത് എത്രയാണ്? 21. കണ്ടോ, ഇത് നമ്മൾ എപ്പോഴും കാണുന്ന ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ. 4 സംഖ്യകളുണ്ട് അല്ലെ. 4 സംഖ്യകൾ ആരൊക്കെയാ? എയും ബിയും സിയും ഡിയും എന്ന് എടുക്കുകയാണ്. അപ്പൊ അതിൽ ആദ്യത്തെ 3 പേരുടെ ആവറേജ് 16. അപ്പൊ അതാരൊക്കെയാ? എയും ബിയും സിയും. ഇവരുടെ ആവറേജ് 16 ആണെങ്കിൽ 16 ഇൻറ്റു 3 നമുക്ക് 48 എന്ന് എഴുതാം. ഓക്കെ, ഇനി ലാസ്റ്റ് 3 പേര് ആരൊക്കെയാ? ബിയും സിയും ഡിയും അല്ലെ. ഇവരുടെ ആവറേജ് എത്രയാണ്? 15 ആണ്. അപ്പൊ 15 ഇൻറ്റു 3 നമുക്ക് എത്ര എഴുതാം? 45 എന്ന് എഴുതാം. ഇതിൽ ഡി നമുക്ക് അറിയാടാ. ഡിയുടെ മൂല്യം ആരാണ്? 18 തന്നിട്ടുണ്ട് അല്ലെ. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് ബിയുടെയും സിയുടെയും മാത്രം തുക എഴുതാം. അതെങ്ങനെയാ? 45 നിന്ന് 18 മൈനസ് 45 നിന്ന് 18 പോയാൽ പിന്നെ ആരേ ഉള്ളൂ? 27. കിട്ടിയോ? അപ്പൊ ബി പ്ലസ് സി എന്ന് പറയുന്നത് 27 അല്ലെ. അപ്പൊ ബിയും സിയും 27 ആണ് എങ്കിൽ അവിടെ നിന്ന് എ കണ്ടെത്തിക്കൂടെ? കണ്ടെത്താം. അപ്പൊ എയുടെ മൂല്യം എന്താണ് എന്ന് ചോദിച്ചാൽ 48 മൈനസ് ബി പ്ലസ് സി അല്ലെ. ബിയും സി അതിൽ നിന്ന് കുറച്ചാൽ പോരെ. അപ്പൊ എത്രയാ? 27. ഇതെല്ലാവർക്കും ചെയ്യാവുന്നതാണ്. ഒരുപാട് ഭീകരമായിട്ടുള്ള ഒരു ചോദ്യമൊന്നുമല്ല, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഉത്തരത്തിലേക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാവുന്ന ചോദ്യമാണ്. ഒന്ന് എഴുതിയാൽ കിട്ടും. എഴുതിയാൽ കിട്ടുന്ന ചോദ്യമാണ് കേട്ടോ. ഓക്കെ, അതുപോലെ മറ്റൊരു ചോദ്യമാണ്. ഇഫ് 20% of a number is 140, then 16% of that number is. ഒരു നമ്പറിന്റെ 20%, ഏതോ ഒരു നമ്പറിന്റെ 20% 140 ആണ്ടാ. അങ്ങനെയാണെങ്കിൽ അതേ നമ്പറിന്റെ 16% എത്ര എന്നാണ് ചോദ്യം. അപ്പൊ 20% 140 ആണ്, അതിന്റെ 16% എത്ര എന്ന് ചോദിക്കുകയാണ്. ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ നിങ്ങൾ വെറുതെ എക്സും വൈയും ഒന്നും ഇട്ട് സമയം കളയരുത്, നമ്പറും കണ്ടുപിടിക്കാൻ പോകരുത്. പകരം നിങ്ങൾ ആലോചിക്കുക, 20% സൂചിപ്പിക്കുന്ന സംഖ്യ 140 ആണല്ലോ. ആണ്. അങ്ങനെയാണെങ്കിൽ 16% സൂചിപ്പിക്കുന്ന സംഖ്യ ഏത് എന്നാണ്. ഇത് കണ്ടുപിടിക്കാൻ സിമ്പിൾ ആണ്ടാ. ഈ 140 എന്ന് പറയുന്ന സംഖ്യയില്ലേ, ഇതിനെ ആ 20 കൊണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ക്രോസ് ചെയ്യുക. 140 16 തമ്മിൽ ഗുണിക്കുക, 20 കൊണ്ട് ഹരിക്കുക. പകരം ഞാൻ ചെയ്യുന്ന ഇത്രേ ഉള്ളൂ. 140നോടൊപ്പം ഉള്ള നമ്പർ 20 അല്ലേ, 20 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, എന്നിട്ട് 16 കൊണ്ട് ഗുണിക്കുന്നു, തീർന്നു അല്ലെ. അപ്പൊ ഇത് ക്യാൻസൽ ചെയ്തു, ഇത് ക്യാൻസൽ ചെയ്തു അല്ലെ. 14 എത്ര 2 ഉണ്ട്? 7. അപ്പൊ 7 ഇൻറ്റു 16, 16നെ 7 കൊണ്ട് ഗുണിച്ചാൽ മതി അല്ലെ. 16 ഇൻറ്റു 7, 16നെ 5 കൊണ്ട് ഗുണിച്ചാൽ എത്ര കിട്ടൂടാ? 80 എന്ന് കിട്ടും. അപ്പൊ 2 കൊണ്ട് ഗുണിച്ചാലോ? 32. അപ്പൊ 80 32 കൂടെ ചേർത്ത് എഴുതിയാൽ മതി. ആൻസർ 112 എന്നാണ്. ഈസി ആയിട്ട് കിട്ടും. ഓക്കെ, അല്ലെങ്കിൽ അതിനകത്തുള്ള യൂണിറ്റ് ഡിജിറ്റ് നോക്കി ചെയ്താലും പ്രശ്നമില്ല.
അപ്പൊ ഇത്രേ ഉള്ളൂ. ഒരു സംഖ്യയുടെ 20% 140 ആണ്. അപ്പൊ തന്നെ നമ്മൾ എന്ത് എഴുതി? 140നെ 20 കൊണ്ട് അങ്ങ് ഹരിച്ചു അല്ലെ? 16% എത്ര? അപ്പൊ 16 കൊണ്ട് ഗുണിച്ചു. വേറെ ഒന്നും ഇവിടെ ചെയ്തിട്ടില്ല. അപ്പൊ 140നെ 20 കൊണ്ട് ക്യാൻസൽ ചെയ്തപ്പോ നമുക്ക് 7 കിട്ടി. 7നെ 16 കൊണ്ട് ഗുണിച്ച് നമ്മൾ 112 എന്ന് എഴുതി. ഇത്രേ ഉള്ളൂ ഉത്തരം. വേറെ ഒന്നുമില്ല. അപ്പോ ഈ അവസാനം ചെയ്ത 2 ചോദ്യങ്ങൾ ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്ക് വന്നതാണോ എന്നൊക്കെ കൂട്ടുകാർ കമന്റ് ഇടാൻ സാധ്യതയുണ്ട്. അപ്പൊ അവരോടായിട്ട് പറയുകയാണ്, ഡിഗ്രി ലെവൽ പരീക്ഷകൾ നിങ്ങൾക്ക് ടൈറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമല്ല, 70% ചോദ്യങ്ങളും നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്നതും ഒരു 30% ചോദ്യങ്ങൾ ഒന്ന് ടൈറ്റ് ആക്കിയാണ് തരാറുള്ളത്. അപ്പൊ നിങ്ങൾ ഈ 30%ത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാതെ 70ൽ കോൺസെൻട്രേറ്റ് ചെയ്താൽ 70 പോരും. ഇത് നമ്മുടെ കയ്യിൽ ഒതുക്കിയ ശേഷം എന്ത് ചെയ്യുക? 30ലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടെ അത് സിമ്പിൾ ആയിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്തെടുക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചോളൂ, കിട്ടും. ഈ ചോദ്യങ്ങളൊന്നും അത്ര ബുദ്ധിമുട്ടുള്ളവയല്ല കേട്ടോ. അപ്പൊ നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. അപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മറക്കണ്ട. അപ്പൊ ഏതെങ്കിലുമൊക്കെ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ പരീക്ഷയ്ക്കായിട്ട് തയ്യാറെടുക്കുകയാണെങ്കിൽ സപ്പോർട്ടിനായിട്ട് എൻട്രി ഉണ്ട്. അപ്പൊ എൻട്രിയിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് താഴെ കാണുന്ന ഫോം ഉപയോഗിക്കാം. അപ്പൊ വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.